ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാത്തിരിപ്പുകൾക്ക് വിരാമം വിട്ട് നമ്മളെ എക്സാം വന്നു, അത് കഴിഞ്ഞു. ബട്ട് ഞാനിപ്പോഴാണ് നമ്മളെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഇടുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് എക്സാമിൻ്റെ തലേ ദിവസമാണ്. നമ്മൾ എങ്ങനെ പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു വെപ്രാളത്തോടു കൂടി തൊട്ട് നോക്കാത്ത ഭാഗങ്ങളൊക്കെ നോക്കലും ടോപ്പിക്കുകൾ മേടിക്കലും ചോദിക്കലും അറിയാത്ത ഭാഗങ്ങൾ കവർ ചെയ്യലൊക്കെ ഈ ഒരു കുറച്ച് മണിക്കൂറുകൾക്കിടയിലാണ്. ഇനിയിപ്പോൾ നിങ്ങളങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ ടോപ്പിക്കൊക്കെ എഴുതിയെടുത്ത് അറിയാത്ത 2-3 സാധനങ്ങളൊക്കെ ചോദിച്ച് അതും എഴുതി. പിന്നെ ഞങ്ങൾക്ക് 10 മാർക്കിന് കൺഫേം നമുക്ക് ചില സാധനങ്ങൾ എന്തായാലും വരും. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് ഈ സെമസ്റ്ററിൻ്റെ ഇൻ്റേണൽ എക്സാമിന് പറഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും വരുന്നു. അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ എഴുതി പഠിക്കണം. എനിക്ക് എങ്ങനെ പഠിച്ചിട്ടും കാര്യമില്ല, എഴുതി തന്നെ പഠിക്കണം. എഴുതി പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ട് എങ്ങാണ്ട് നമ്മൾ ഇമ്പോസിഷൻ എഴുതുന്ന പോലെയാണ് ഞാൻ ഓരോ ടോപ്പിക്ക് എഴുതി പഠിക്കൽ. അത് കഴിഞ്ഞതിന് ശേഷം ആ 10 മാർക്ക് ഞാൻ അങ്ങോട്ട് കൺഫേം ആക്കി. ഇത് എന്തായാലും കിട്ടുന്നുള്ള ഒരു സാധനം എത്തിയപ്പോൾ ഞാൻ അടുത്ത സാധനം പഠിക്കൽ തുടങ്ങി. പിന്നെ എങ്ങനെ ക്ലാസ്സൊക്കെ പോയാലും എങ്ങനെ ഇരുന്നാലും ഈ ഒരു ടൈമിലാണ് ഒക്കെ ഉണ്ടാവുക. അങ്ങനെ ഗൈസ് എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മണിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ എണീറ്റപ്പോൾ എന്തോ 6 മണിയായിപ്പോയി. അങ്ങനെ ഞാൻ നേരെ ബെഡിൽ നിന്ന് എണീറ്റ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മളെ മോർണിംഗ് റൂട്ടീൻസ് സ്റ്റാർട്ട് ചെയ്ത് നേരെ ടോയ്ലറ്റിൽ പോയി ഒന്ന് ഫ്രഷായി ബ്രഷൊക്കെ ചെയ്ത് വന്ന് അപ്പോഴത്തിന് സമയം ഗൈസ് 6 മണിയായപ്പോൾ എൻ്റെ കൂടെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ശിങ്കിടി വരും. അങ്ങനെ ഓനെ ഞാനൊരു ഭാഗത്തേക്ക് തള്ളിയിട്ട്, കാരണം എനിക്കെന്തായാലും പണിയാണ് ഓൻ ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം ഓനെ നിരീക്ഷിച്ച് ഓൻ്റെ തുടക്കലും തിന്നലും ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഓനെ പഠിപ്പിക്കൽ തുടങ്ങി. എനിക്ക് ആരെങ്കിലുമൊക്കെ ഒരാൾ വേണ്ട പഠിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഓൻ വന്ന് എൻ്റെ കാട്ടണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊന്നും മെയിൻഡാക്കരുത്. പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ നമ്മൾ സ്റ്റഡീസിലാണ്. പക്ഷെ എൻ്റെ കോൺസെൻട്രേഷൻ മാറ്റാനാണ് ഓൻ എൻ്റെ മുന്നിൽ തന്നെ വന്ന് വാലാട്ടിക്കാണ്ടിരിക്കണത്. പിന്നെ നമ്മളാളല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ആ സൈഡിൽ അങ്ങോട്ട് ഇരുത്തി. പിന്നെ വീണ്ടും ഞാൻ ആ 10 മാർക്കിൻ്റെ ആ സാധനം ഒന്നും കൂടി സെറ്റാക്കി വെക്കുകയാണ്. കാരണം അത് പോയാൽ എൻ്റെ ജീവിതം മൂഞ്ചിപ്പോവും ഗൈസ്. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് കർട്ടന് തുറന്നു. അപ്പം നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ആ മറ്റേ ഈ സംഭവം അങ്ങനെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടാവില്ല, അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കുറച്ച് കാമായി ഞാൻ വീണ്ടും പഠിക്കായിരുന്നു ഗൈസ്. അപ്പോഴത്തേന് നേരെ വെളുത്തിന്ന് കേട്ടോ. അങ്ങനെ ഞാൻ കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടും എങ്ങനെയൊക്കെയോ പഠിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങണതിൻ്റെ മുന്നേ തന്നെ ഞാൻ പഠിച്ച എല്ലാ സാധനങ്ങളും ഞാൻ ഒന്ന് സെറ്റാക്കി റിവൈസ് ചെയ്ത് വെക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് റെഡിയായി. തീരെ ടൈമില്ല. അങ്ങനെ വേഗം തന്നെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് ബാഗ് പാക്ക് ചെയ്യലാണ്. ബാഗ് പാക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൈക്ക് കിട്ടിയ എല്ലാം എടുത്ത് വെക്കും. പക്ഷെ അത് എടുത്ത് വെക്കണില്ല എന്താണ്, അന്നക്കത്തെ ബുക്ക് ഉണ്ടാവില്ല. അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 4 എക്സാം ആയിരുന്നു, 2 ദിവസം അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ ബോട്ടിൽ അതെനിക്ക് മസ്റ്റാണ്. അങ്ങനെ അത് ഫുള്ള് ഫില്ലാക്കിയതിന് ശേഷം ഭക്ഷണം കഴിച്ചിക്കാണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഇറങ്ങി. ഓനക്കും എക്സാമാണ്, എനിക്കും എക്സാമാണ്. അങ്ങനെ ഓനാദ്യം സ്കൂളിലാക്കിയിട്ട് ഞാൻ നേരെ ബസ് കയറാൻ പോയി. ഞങ്ങൾ ചെന്നപ്പത്തിന് ബസ്സൊക്കെ കിട്ടി. ഇതാണ് ഞാൻ പോണ ബസ് ഗൈസ്, CKB. നമുക്ക് അറിയുണ്ടാവും. അങ്ങനെ അതിലൊക്കെ കയറിയുന്ന തീരെ തിരക്കില്ലായിരുന്നു. പിന്നെ നേരെ ബുക്ക് സ്റ്റോളിൽ പോയി. ഫസ്റ്റ് എക്സാം അല്ലേ, പുതിയ പെന്നൊക്കെ മേടിക്കഴിച്ച് 1 അല്ല 2 മേടിച്ച്, അതും ബ്ലാക്ക് ഇങ്ക്. എന്തിനാ അപ്പം അങ്ങനെ മേടിച്ചെന്നുള്ളതൊക്കെ അറിയില്ല. സാധാരണ ഞാൻ ബ്ലൂ ഇങ്ക് ഒക്കെ ഇട്ടാണ് എഴുതൽ. പിന്നെ എന്തോ ഞാൻ വിചാരിച്ചെന്നാ ബ്ലാക്കിങ്ങൊക്കെ എഴുതിയിട്ട് ഫുൾ സെറ്റാക്കി എക്സാമെന്ന്. അങ്ങനെ അവിടുന്ന് ബ്ലാക്കിങ്ങും വാങ്ങി, 2 ആൽപ്പലീവും വാങ്ങി, 1 ഓക്കും കൊടുത്ത് ഞാനും തോന്നി. അതിൻ്റെ ശേഷം മറ്റാൾ പഠിപ്പാണ്. എന്താണ് കാനുലിനെ പറ്റിയിട്ടാണ് കാനുല തന്നെ അല്ലേ ആണെന്ന് തോന്നുന്നു. അതിനെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കണത്. ആ ഒരു സാധനം അവൾക്ക് പഠിച്ചിട്ട് തലയിൽ കയറണില്ല. കുട്ടികൾ ഓരോരോ കാര്യങ്ങളെ. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കണം. എന്താണ് ഗൈസ് നമ്മളെ പ്രണയ റോഡ്, നമ്മളെന്നും പോണ റോഡ്. അങ്ങനെ അവൾക്ക് പറ്റണില്ല ഞാൻ വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ കോളേജിൽ എത്തി. അപ്പോൾ ഫറാന ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളെ ബദാം മരത്തിൻ്റെ സ്ഥലം. അവിടെ പാർക്കിങ്ങൊക്കെയാണ്. അങ്ങനെ പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്താണ് പഠിച്ച്, ഞാൻ ഈ പഠിച്ച സാധനം തന്നെ വീണ്ടും പഠിച്ച് അപ്പോഴത്തേന് സിത്തും വന്നു. അങ്ങനെ ഞാൻ ഓരോ പഠിപ്പിക്കൽ തുടങ്ങി. കാരണം അല്ലെങ്കിൽ ഞാൻ മറന്നു. ഈ PDF ഒന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ ഓരോ പഠിപ്പിക്കൽ തുടങ്ങി. അപ്പം എനിക്കൊന്നും കൂടി മനസ്സിലിരിക്കുമല്ലോ. പക്ഷേ പഠിച്ച് പണിക്കരാവണമെന്നുണ്ടല്ലോ ആ ഒരു സാധനമാണ്. അങ്ങനെ നമ്മളെ ഫ്രണ്ട് വന്ന്, ഓൾക്ക് സംശയം അതാണെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ച ഭാഗത്തു നിന്ന് അത് ഞാൻ ഓൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ
അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളെ ക്ലാസ്സിലേക്ക് പോയി. ഇതാണ് ഞങ്ങളെ ശരിക്കുള്ള ക്ലാസ്, ഞങ്ങൾ എക്സാം എഴുതുന്ന ക്ലാസ്സും തന്നെയാണ്. പിന്നെ ഇത് നമ്മളെ സിത്തു, ഇത് വീട്ടിൽ നിന്നൊന്നും പഠിക്കൂല, ഇത് ക്ലാസ്സിൽ വന്നിട്ട് നമ്മളിങ്ങനെ ചെകയണ ചില ആൾക്കാരുണ്ടാവില്ലേ, ആ ഗണത്തിൽ പെട്ട ഒരാളാണിത്. അപ്പോൾ ഇതിൻ്റെ ബുക്ക് ഉണ്ടാവും, ഫോൺ ഉണ്ടാവും, പ്രിൻ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ടാണ് ആളിരുന്ന് പഠിക്കൽ. അങ്ങനെ ഇത് ലാസ്റ്റത്തെ ടൈമാണ്, നമ്മളിങ്ങനെ മരിച്ച് ഫസ്റ്റ് എക്സാമാണ്, ഈ ഒരു സെമസ്റ്ററത്തെ ഫസ്റ്റ് എക്സാം നമുക്ക് അതിൻ്റെ ഒരു ഇതുണ്ടാവും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കൽ തുടങ്ങി. ഞങ്ങളെ നമ്പർ എത്താനായിക്കണം, എന്നാലും ഞങ്ങൾ ഭയങ്കര ഡെഡിക്കേഷനാണ്, ഫുൾ പഠിച്ചിട്ട് അവിടെ എക്സാം എഴുതാൻ പോയി. 2 hours later. ചിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? തോറ്റാ ജയിച്ചോ? അതൊക്കെ പേപ്പർ കിട്ടുന്ന ശനിവ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഷറഫിയ ക്വസ്റ്റ്യൻ പേപ്പർ 50 മാർക്കിനുള്ളതാണ്. ഈ എന്തേ പറയണ്ടോ? ഒന്നും പറയണ്ട. അനക്കെന്തേലും സുരു, അനക്കെന്തെങ്കിലും എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഞാൻ 11:30 എക്സാം അതുകൊണ്ട് ഫുള്ള് കഴിഞ്ഞോണ്ടല്ല. ഇത് പറ, എന്താ ചെയ്യാ? പാസ്സാകുമല്ലോ അല്ലേ? അച്ഛനെ ഇത് വല്ലതും 11:30 കഴിഞ്ഞിരിക്കണെന്ന് മാത്രം. റിയാക്ഷൻസ് പിന്നെ പോയിട്ട് കാണാം. ഹീറ്റ് ടെമ്പറേച്ചർ എനർജി അതല്ല ലാസ്റ്റ് ഇവിടെ വന്നിരുന്നിട്ട് ഹീറ്റും ടെമ്പറേച്ചറും അല്ലല്ല, അതിന്റെ ഫസ്റ്റ് ഉണ്ടായിരുന്നതാണ് ഹീറ്റ് ടെമ്പറേച്ചർ. ഹീറ്റ് എന്താ, ടെമ്പറേച്ചർ എന്താ? ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി വൺ ബോഡി ടു അനദർ ബോഡി. അപ്പൊ എഴുതിയില്ലേ ഞാൻ എനർജിക്ക് എന്താ എഴുതി അറിയോ? നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്. ലാസ്റ്റ് പേപ്പർ കൊണ്ടതിന്റെ മുന്നേ ഞാനിങ്ങനെ എഴുതാൻ എനർജി ഈസ് എ ഫോം ഓഫ് എനർജി. പിന്നെ ടെമ്പറേച്ചർ ഇല്ലേ, ഹീറ്റ് എന്താ അറിയാതെ ടെമ്പറേച്ചറിന് ഫറാന പറയും. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? പാസ്സാവോ? അങ്ങനെ ഗൈസ് ഞങ്ങൾ എക്സാം കഴിഞ്ഞ് പോവാണ്. ഇത് കഴിഞ്ഞ് നമ്മളിനി വീട്ടിൽ പോവാണ്. സിത്ത് നേരെ PG പോവും, ഫറാന നേരെ റെയിൽവേ പോവും, ഞാൻ നേരെ വീട്ടിൽ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി ബസ്സൊക്കെ കയറി ഒരു പറഞ്ഞ മാതിരി ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിലെത്തി. നമ്മളെ പുത്തനത്താണ്. അങ്ങനെ വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ടൈമിൽ ബസ്സിനൊക്കെ പോകണമെങ്കാട്ടുള്ളത് ഇതിമ പോകണം, കാരണം അമ്മാതിരി വെയിലാണ്. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തും. അതിനെ പോയിട്ട് എന്തെങ്കിലും വെള്ളം കുടിക്കണം. അങ്ങനെ മമ്മീനെ എങ്ങനെ വിളിക്കും, അപ്പോൾ മമ്മി വന്ന് ഡോറൊക്കെ തുറന്ന് ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു എക്സാം ഡേയ്സിൽ സംഭവിക്കാറ്. ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടു എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, സജഷൻസ് കമൻസിലൂടെ ഇറക്കിയപ്പോൾ ടാറ്റാ.